ഒരാൾ മുഖ്യമന്ത്രിയായി എന്നത് കണ്ട് ആ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ബുദ്ധി എന്ന് കരുതാൻ പറ്റുമോ? എനിക്ക് തെറ്റുപറ്റിപ്പോയെങ്കിൽ അത് ഞാൻ എഗ്രി ചെയ്യാം, ഞാൻ തിരുത്തിക്കോളാം എന്ന് പറയാൻ കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ വലിയൊരു വരുമാന സ്രോതസ് ഈ അനധികൃത മദ്യക്കച്ചവടമാണ്. മന്ത്രിക്ക് ഇത്ര, ആഭ്യന്തരമന്ത്രിക്ക് ഇത്ര, ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്ര, ഇതാണ് വിഹിതം. മയക്കുമരുന്ന് ഇന്ത്യ നിരോധിച്ച വസ്തുവല്ലേ? ആ നിരോധിച്ച സാധനമല്ലേ ഇന്ത്യ കേരളത്തിൽ കിടന്ന് ഇത്രയും കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്? അവിടെ ആ ഗോത്ര ഗ്രാമത്തിൽ ചെന്ന് ആ ഗോത്രത്തിന്റെ തലവന് ഇത്ര പണം കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നടക്കുന്നത്. മഹത്തായ ഡെമോക്രസി എന്നും ഡെമോക്രസിയുടെ ശ്രീകോവിലെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പം അന്ന് നമ്മുടെ ഇത്രയും ചെറുപ്പക്കാർ അങ്ങോട്ട് വിദേശത്തേക്ക് പോകുന്നില്ല, വ്ളോഗിംഗ് ഇല്ല, ഒന്നുമില്ല. ഞാനീ പറയുന്നത് കേട്ടിട്ട് എന്നെ പരിഹസിച്ച് എത്രയോ ആളുകളുണ്ടെന്നറിയോ? ഇവൻ തള്ളി മറിക്കുകയാണ്. ഇന്ന് സ്വന്തം മക്കൾ വിദേശത്ത് പോയിട്ട് അവിടുന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവൻ 25 കൊല്ലം മുമ്പ് പറഞ്ഞ നേരായിരുന്നു എന്ന്. 20 കൊല്ലം എടുക്കും ചില കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് വരാൻ. മരണാനന്തര ചടങ്ങ്, ചാത്തം എന്ന് പറയും. അവർക്ക് വീട്ടുകാർ മാത്രമേ വരുള്ളൂ. അവർ തന്നെ സദ്യ ഉണ്ണും. സദ്യ എല്ലാം കഴിഞ്ഞ് അവർ വട്ടത്തിലിരുന്നിട്ട് അതിഗംഭീരമായി സദ്യ ഇവർ തന്നെ ഇവരെ പുകഴ്ത്തും. പുറത്തുനിന്നൊരാൾ ഉണ്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മുടെ പോരായ്മകൾ കണ്ടെത്താൻ ഒരു ഇന്ത്യക്കാരൻ ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം കണ്ടു. ഡേർട്ടിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരൊറ്റ രാജ്യത്തിന്റെ പേര് അവർ പറഞ്ഞത്. ഇന്ത്യക്കാരാണോ? എന്നാൽ ഇവിടെ ഇരുന്നാൽ മതി. ഇന്ത്യക്കാർക്ക് വേണ്ടി വിമാനത്താവളത്തിൽ വേറെ ക്യൂ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങളിൽ അല്ലെ ആ വരുന്ന ആളുകളുടെ രാജ്യങ്ങളിൽ വിൽക്കാൻ വേണ്ടി അവർക്ക് ഗുണമുള്ള കാര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ആ കാൻഡൻ ഫെയറിലേക്ക് പോലും വിസ കൊടുക്കുന്നില്ല. ഇത് ആരുടെ സ്വഭാവ കുഴപ്പം കൊണ്ടാണ്? നിങ്ങളൊന്ന് തായ്ലൻഡിൽ പോകും. പട്ടയ എന്ന് പറയുന്ന സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പോലും ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ല. ഭയങ്കര സെൽഫിഷാണ് അവര്. എങ്ങനെയാണെങ്കിലും എന്റെ കാര്യം അങ്ങ് നടന്നാൽ മതി. എല്ലാവരും ക്യൂ നിൽക്കുകയാണെങ്കിൽ ഇവൻ കയറി ഇടിച്ചു കയറിയേറ്റ മുമ്പിൽ കയറും. നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന പല സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നിടത്തുനിന്ന് സ്വാർത്ഥതയാണ് അവരെ ഇടിച്ചു കയറണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയുടെ നിൽക്കുന്ന വ്യക്തിയെ കണ്ടു വോട്ട് ചെയ്യുന്നവരുണ്ട്, ആ നിൽക്കുന്ന ഏത് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ കണ്ടു വോട്ട് ചെയ്യുന്നവരുണ്ട്. രണ്ട് പക്ഷം ഉണ്ടായിരിക്കും. പക്ഷേ ആ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലത്തെ ഈ കുതിരക്കച്ചവടത്തിലോട്ട് മാറുകയും വില കോടികളിലേക്ക് വില പേശിക്കൊണ്ട് അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ടുകൂടി മാറുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് പക്ഷവും കണ്ടു വോട്ട് ചെയ്ത ജനങ്ങൾ പിന്നെ ആരായി? അവിടെ സ്വാഭാവികമായിട്ട് അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്തെ പാർട്ടി അനുഭാവികളായ ഒരു വിഭാഗം ആളുകളുണ്ട്. പാർട്ടി പ്രവർത്തകർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരും കൃത്യമായ ഡെമോക്രാറ്റിക് വീക്ഷണമുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകളും ആണ് നമ്മൾ എവിടെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് നേരത്തെ തന്നെ അതിന് തയ്യാറായി എത്തുന്നത്. ഇതിൽ മാറുന്ന സ്വിങ് ചെയ്യുന്ന ഏരിയകളുണ്ട്. അത് ചിലത് കമ്മ്യൂണിറ്റികളാവാം, ചില പ്രദേശങ്ങളാവാം, ചില പഞ്ചായത്തുകളാവാം, ചില കോളനികളാവാം, ചില ഹൗസിംഗ് കോളനികളാവാം, ഇങ്ങനെ അല്ലെങ്കിൽ ചില ഗോത്ര ഗ്രാമങ്ങളാവാം. നമുക്കിവിടെ അങ്ങനെ ഗോത്ര ഗ്രാമങ്ങൾ എന്ന് പറയാനില്ല. അവിടെ ആ ഗോത്ര ഗ്രാമത്തിൽ ചെന്ന് ആ ഗോത്ര മൂപ്പന്, ആ ഗോത്രത്തിൻ്റെ തലവന് അല്ലെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പ്രമാണിക്ക് ഇത്ര പണം കൊടുത്ത് ഇത്ര ആളുകളെ ആൾക്ക് ഇത്ര വീതം കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇതല്ലാതെ രാഷ്ട്രീയ ബോധം കൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയോടുള്ള വിധേയത്വം കൊണ്ട് അവരുടെ പരമ്പരാഗത ചിന്ത കൊണ്ട് ഒക്കെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഇത് തന്നെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. അതാണോ യഥാർത്ഥ ഡെമോക്രസി? ഇതിനെയാണ് നമ്മൾ മഹത്തായ ഡെമോക്രസി എന്നും ഡെമോക്രസിയുടെ ശ്രീകോവിലെന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ അറിവുള്ളവരാകുമ്പോഴാണ് പരമ്പരാഗത ചിന്തകളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നത്. അവിടെ നമ്മളെ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കും ഇവൻ റിബലാണ്, ഇവൻ നിലവിലുള്ള സംവിധാനത്തെ അട്ടിമറിക്കാൻ ഇറങ്ങുന്നവനാണ്. ഇത് എല്ലാ കാലത്തും ഇത്തരം പുതിയ ആശയങ്ങൾ പറഞ്ഞവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഇങ്ങനെ പരിഹസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാതിരിക്കൽ അല്ലല്ലോ അതിൻ്റെ ഒരു സൊല്യൂഷൻ. നാളെ അതെല്ലാവർക്കും മനസ്സിലാവും. ഞാൻ സഞ്ചാരം തുടങ്ങിയ കാലത്ത് 97, 98, 99 അല്ലെങ്കിൽ 2001 ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയ കാലത്ത് യൂറോപ്പിലെ നഗരഹൃദയങ്ങൾ ഇങ്ങനെയാണ്, മാലിന്യ സംസ്കരണ രീതി ഇങ്ങനെയാണ്, നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്ന രീതി ഇങ്ങനെയാണ്, നമ്മുടെ അവിടെ BMBC ടാറിങ് പോലെ ഇങ്ങനെയുള്ള മെക്കനൈസ്ഡ് ടാറിങ്ങാണ്, നമ്മുടെ നാടുകളിൽ അങ്ങനെ വരുത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ അന്ന് നമ്മുടെ ഇത്രയും ചെറുപ്പക്കാർ അങ്ങോട്ട് വിദേശത്തേക്ക് പോകുന്നില്ല, വ്ളോഗിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാനീ പറയുന്നത് കേട്ടിട്ട് എന്നെ പരിഹസിച്ച് എത്രയോ ആളുകളുണ്ടെന്നറിയോ? ഇവൻ തള്ളി മറിക്കുകയാണ്. ഈ ഇന്ത്യ പോലെ മഹത്തായ ഒരു രാജ്യം ലോകത്ത് എവിടെയാണ് ഉള്ളത്? തുണി ഉടുക്കിയല്ലാത്ത അല്ലെങ്കിൽ കുളിക്കുകയല്ലാത്ത, ടോയ്ലറ്റിൽ പോയ കഴുകിയല്ലാത്ത സായിപ്പിനെയാണോ നിങ്ങൾ മഹാൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഇന്ത്യയുടെ പാരമ്പര്യം എന്തെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് പറഞ്ഞ് എന്നെ പരിഹസിക്കുമായിരുന്നു. ഇന്ന് സ്വന്തം മക്കൾ വിദേശത്ത് പോയിട്ട് അവിടുന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ആളുകൾക്ക് മനസ്സിലായി ഇവൻ 25 കൊല്ലം മുമ്പ് പറഞ്ഞ നേരായിരുന്നു എന്ന്. അപ്പം ഇത് 20 കൊല്ലം എടുക്കും ചില കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് വരാൻ. ഈ പലപ്പോഴും വിമർശിക്കപ്പെടുന്നത് നല്ല മാറ്റങ്ങൾ കൂടി വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ സാർ അത്രത്തോളം കാണുന്ന ഉദ്ദേശശുദ്ധി അങ്ങനെയാണ്. പക്ഷെ പല വീഡിയോകളിലും പല കോണ്ടന്റുകളും പറയുന്ന സമയത്ത് ഈ 11 ഇവന്റെ ഇവിടുത്തെ കുറ്റങ്ങൾ പറയാൻ കണ്ടെത്താൻ മാത്രം ഇരിക്കുകയാണോ? ഇവിടുത്തെ നല്ല കാര്യങ്ങൾ എത്രയുണ്ട് അത് സംസാരിച്ചുകൂടെ? പുറത്തെ അതേപോലെ തന്നെ ഒരു ആവർത്തിക്കപ്പെടാനാണോ ശ്രമിക്കുന്നത് എന്നുള്ളത്
ഇത് തന്നെ ഇവർ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകുന്ന സമയത്ത് ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതെ അതിന് വർഷങ്ങളുടെ കാലതാമസം എടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പം ഇത് എവിടെയാണ് മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാറേണ്ടത് അല്ല, എന്നുള്ളത്? ഇപ്പൊ ഞാൻ വിദേശത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്ന അല്ലല്ലോ എന്നെ അങ്ങോട്ട് വിടുന്നത്. അതെ അതെ അതെ. ഞാൻ അവിടെ എന്ത് നന്മയുണ്ട്, എന്ത് പുതിയ കാര്യമുണ്ട്, എന്ത് കാര്യങ്ങൾ അനുകരിക്കാനുള്ളതുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഞാനീ പോകുന്നത്. അത് നമ്മുടെ നാട്ടിൽ വന്നാലേ നമ്മുടെ നാട്ടിൽ ഗുണമുള്ളൂ. ഉം. ഞങ്ങൾ ഇവിടെ ഒരു കുടുംബക്കാരെ കുറിച്ച് തമാശയായിട്ട് ഈ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് പൂർവികരുടെ മരണാനന്തര ചടങ്ങ് ചാത്തം എന്ന് പറയും, ഉം. ഈ ശ്രാദ്ധം നടത്തും. അവർക്ക് വീട്ടുകാർ മാത്രമേ വരുള്ളൂ. അവർ തന്നെ സദ്യ ഉണ്ണും. സദ്യ എല്ലാം കഴിഞ്ഞ് അവർ വട്ടത്തിലിരുന്നിട്ട് അതിഗംഭീരമായി സദ്യ എന്ന് ഇവർ തന്നെ ഇവരെ പുകഴ്ത്തും. ഓക്കെ. മനസ്സിലായില്ലേ? പുറമൊന്നും ഒരാൾ ഉണ്ടിട്ടില്ല. പുറത്തുനിന്ന് ഒരാൾ ഉണ്ടിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെ നമ്മുടെ നാടിനെ പുകഴ്ത്താൻ വേണ്ടി നമ്മൾ തന്നെ വട്ടത്തിലിരുന്ന് വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ പോരായ്മകൾ കണ്ടെത്താൻ ഒരു ഇന്ത്യക്കാരൻ ശ്രമിക്കേണ്ടത്. അതിന്റെ പോരായ്മകളുടെ പ്രശ്നങ്ങളാണല്ലോ ഇന്ന് വിദേശത്ത് ചെല്ലുമ്പോൾ ഇന്ത്യക്കാരനെ നിരത്തിയിട്ട് അടിക്കുന്ന പലയിടത്തും. നല്ലപോലെ. നല്ല തല്ലുകൊള്ളുന്നില്ലേ, വിമാനത്തിനകത്ത് നിന്ന് ഇറക്കി വിടുന്നില്ലേ. നമ്മളുടെ പെരുമാറ്റങ്ങൾ എന്തിനേറെ ഫോറിൻ ബ്ലോഗേഴ്സ് ഇവിടെ വന്നിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ആ പ്രശ്നം മാറിയില്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം കണ്ടു. ഒരാൾ വഴിയിൽ നിന്നിട്ട് പാരീസിലെ മറ്റാണ് അവൻ മൈക്ക് വെച്ചിട്ട് അവൻ്റെ ബ്ലോഗാത് വരുന്നവരോട് ചോദിക്കുന്നു, ദ ഡേർട്ടിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, വന്ന 10 പേർക്കും കടന്നുപോയ 10 പേർക്കും ഓരോ രാജ്യത്തിന്റെ പേര് പറയാനുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണോ അവർ പറഞ്ഞത്? ഡേർട്ടിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരൊറ്റ രാജ്യത്തിന്റെ പേര് അവർ പറഞ്ഞത്. സാറിന്റെ വീഡിയോയിൽ തന്നെ ഇതിനൊപ്പം ചേർത്ത് വെച്ച് ചോദിക്കാൻ ഇപ്പം പറഞ്ഞു, ഇവിടുത്തെ വിഷ്വൽസിനും ഇവിടുത്തെ മികച്ച കാര്യങ്ങളും ചാനലിലൂടെ പുറത്തുള്ള ആളുകൾ കാണണം, അവരതിൽ ആകർഷകരാവണം എന്ന് അങ്ങനെ ഒരു ചിന്ത ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. ഞാനൊരു 3 വിദേശ രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എൻ്റെ എപ്പിസോഡ്, പിന്നെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ അവിടെയൊന്നും ഞാൻ കേരളത്തിനെ ചീത്ത പറയുകയോ കുറ്റം പറയുകയോ ചെയ്യാറില്ല. ഇന്ത്യയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ഞാൻ കഴിവതും ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാഴ്ചകൾ അതിനകത്ത് കൊണ്ടുവരാനാണ്. പരമാവധി വൃത്തികേടുകളെ ഒഴിവാക്കി, ഇടയ്ക്ക് ചില ഗ്രാമങ്ങളിൽ പോകുമ്പം സ്വാഭാവികമായിട്ട് ആ ഗ്രാമത്തിൻ്റെ പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് കണ്ടേക്കാമെങ്കിലും അതിനൊന്നും ഞാൻ ഹൈലൈറ്റ് ചെയ്യാറില്ല. നിങ്ങൾ എൻ്റെ എപ്പിസോഡിൽ കണ്ടു നോക്കൂ, ബീഹാറിലൂടെയുള്ള യാത്രയുണ്ട്. അവിടെ ഞാൻ നമ്മുടെ അവിടുത്തെ നളന്ദ എന്ന് പറയുന്ന ലോക വിശ്വവിജ്ഞാനത്തിനൊരു കേന്ദ്രമായിരുന്ന യൂണിവേഴ്സിറ്റിയെ ഇന്നത്തെ അതിൻ്റെ സ്ഥിതി, അതിൻ്റെ മഹത്വമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്ര സ്ഥലങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ ഞാൻ കാണിക്കുന്നത് ഇന്ത്യയുടെ മികവ് തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ ഞാൻ താരതമ്യം ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ വെച്ചിട്ട് പറയും, ഈ ഒരു സിസ്റ്റം കൂടെ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ. അതെന്തിനായി പറയുന്നത്? അവിടെ ഒന്നും ഞാൻ ഇന്ത്യയെ പരിഹസിച്ചിട്ടില്ല, പരിഹാസമല്ല ചെയ്യുന്നത്. താരതമ്യങ്ങൾ ചെയ്യുകയും ആശയങ്ങൾ കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ എല്ലാ പരിപാടിയിലും. അല്ല, ഇന്ത്യ പരിഹസിക്കേണ്ട. എൻ്റെ സ്വന്തം നാടിനെ, എൻ്റെ ജന്മഭൂമിയെ, എൻ്റെ നാടിനെ, എന്നെ ഞാനാക്കിയ ഒരു നാടിനെ ഞാൻ പരിഹസിക്കുന്നില്ല. എൻ്റെ അർത്ഥം ഇരിക്കുന്നത് താരതമ്യങ്ങൾ കൊടുത്ത് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സൊല്യൂഷൻസ് കൊടുക്കൽ, അതാണ് എൻ്റെ ജോലി. മനുഷ്യനാണോ പ്രശ്നം, ഇവിടുത്തെ വ്യവസ്ഥിതിയാണോ? ഏതാ കുറേ കൂടെ പ്രശ്നം? വ്യവസ്ഥിതിയും മനുഷ്യനും പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരും വിദേശത്ത് പോയിട്ട് ഇത് ചെയ്യുന്നില്ല. ഞാൻ ആളുകളെ കാണുന്നതാണ്. ഇന്ത്യക്കാരൻ വിദേശത്ത് പോയിട്ട് തോന്നിയാസം കാണിച്ച് അവനിരിക്കാൻ റെസ്റ്റോറൻറ്റിൽ തന്നെ വേലി കെട്ടി വേറൊരു ഭാഗം ഉണ്ടാക്കിയ ഹോട്ടലുകളിൽ ഞാനും പോയിട്ടുണ്ട്. ഇന്ത്യക്കാരാണോ? എന്നാൽ ഇവിടെ ഇരുന്നാൽ മതി. ഇന്ത്യക്കാർക്ക് വേണ്ടി വിമാനത്താവളത്തിൽ വേറെ ക്യൂ ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എന്തിനേറെ ഇപ്പം ഞാൻ തുറന്നങ്ങ് പറയുക, ചൈനയിൽ നടക്കുന്ന ഏറ്റവും വലിയ ലോകപ്രശസ്തമായ ട്രേഡ് ഫെയർ ആണ് കാൻഡൻ ഫെയർ. ഈ കാൻഡൻ ഫെയറിലേക്ക് ഇന്ന് അങ്ങോട്ട് ആളുകൾ പോകുന്നത് എന്തിനാ? അവരുടെ പ്രോഡക്റ്റിനെ വാങ്ങി നമ്മുടെ രാജ്യങ്ങളിൽ അല്ലെ വരുന്ന ആളുകളുടെ രാജ്യങ്ങളിൽ വിൽക്കാൻ വേണ്ടി, അവർക്ക് ഗുണമുള്ള കാര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ആ കാൻഡൻ ഫെയറിലേക്ക് പോലും ഇന്ത്യക്കാരുടെ എണ്ണം അവർ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. വിസ കൊടുക്കുന്നില്ല. ചൈനീസ് വിസ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, ഞാൻ ചൈനയിലേക്ക് ഒക്കെ ടൂർ നടത്തുന്ന ആളല്ലേ, ഞാൻ നടത്തുന്നല്ല, സഞ്ചാര എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ടൂർ കമ്പനി നമുക്കുണ്ട്. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് നിരന്തരം ഈ ലോകരാജ്യങ്ങളിലേക്ക്, ഇന്ന് യൂറോപ്പിലേക്ക് ഒരു ഗ്രൂപ്പ് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നിരന്തരം നടത്തുമ്പോൾ ചൈനയുടെ വിസ അവർ ക്ലോസ് ചെയ്തതിൻ്റെ പേരിൽ എനിക്കൊരു ടൂറ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഗ്രൂപ്പ് വിസകൾ അവർ കൊടുക്കുന്നില്ല. കാൻഡൻ ഫെയറിലേക്ക് പോകുമ്പം വ്ളോഗേഴ്സ് ആണെങ്കിൽ അവർ ഫിൽട്ടർ ചെയ്യുകയാണ്. അവിടെ വന്ന് ഇന്ത്യക്കാർ ചെന്ന് വെറുതെ വില ചോദിക്കലേ ഉള്ളൂ, അവിടെ ആ ഒരു ആംബിയൻസിനെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവിടേക്ക് ആളുകളെ കയറ്റാതായിരിക്കുന്നു. ഇത് ആരുടെ സ്വഭാവ കുഴപ്പം കൊണ്ടാണ്? ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇത് ആളുകൾ വലിയ വികാരം കൊള്ളുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റാണിത്. ചൈനക്കാരൻ പോലും ചൈനയുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് ഓർക്കണം. മാന്യമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പോരണ്ടെന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയിലെ ന്യൂസിലാൻഡിൽ എന്താ സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത്, കാനഡയിൽ എന്താ സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. യൂറോപ്പിൽ മനോഭാവം എന്താണ്? ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തിനേറെ കഴിഞ്ഞ മഡഗാസ്കർ എന്ന് പറഞ്ഞ രാജ്യത്ത് ചെല്ലുമ്പോൾ പോലും മനോഭാവം എന്താണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് സിംഗപ്പൂരിൽ പോയി നോക്കൂ. ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ അവർ കുറേ നിർദ്ദേശങ്ങൾ തരും. വേണ്ടെന്നേ, നിങ്ങളൊന്ന് തായ്ലൻഡിൽ പോകും. പട്ടയ എന്ന് പറയുന്ന
സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പോലും ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അവരോട് പോലും മാന്യമായിട്ട് പെരുമാറാൻ പറ്റുന്നില്ലാത്തൊരു സ്ഥിതിയിലെത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ മാറണ്ടേ? ഇതൊക്കെ പരിഷ്കൃത സമൂഹത്തിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കണമെന്നല്ല ഞാനീ പറഞ്ഞിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കണ്ട. അതെ. ധാരാളം ചെറുപ്പക്കാരായ വ്ളോഗേഴ്സ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഈ കുട്ടികളെല്ലാം അത് പറയാറില്ലേ, അതെ. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച്? ഇതുണ്ടാക്കിയത് ആരാണ്? നമുക്ക് മുമ്പേ പോയവരോ ഇപ്പോൾ പോകുന്ന ആളുകളോ ഉള്ള സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളത്. പിന്നീട് നടന്നുകൊണ്ട് ജനറലൈസ് ചെയ്യും. യെസ്. ആളുകൾ കാണുന്ന ഇതിൻ്റെ കാര്യം ഒന്ന് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ഇത് കേരളീയരല്ല കേട്ടോ ഇതിൽ വലിയൊരു ശതമാനം പ്രശ്നക്കാർ. മലയാളികൾ വളരെ മാന്യമായിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത് പോകുന്നത്. പുറത്ത് വന്ന് ഇപ്പൊ ഈ ഫോറിനേഴ്സ് ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്യുമ്പോഴും പറയും, ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് പറയും, അത് കഴിഞ്ഞിട്ട് കേരളം അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാ എക്സാക്ട്ലി. സംസാരിക്കാറ്. ഞാൻ ഈ പറഞ്ഞതിലെല്ലാം കേരള മലയാളികളല്ല ഇതിനകത്തെ പ്രശ്നക്കാർ. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരാണ് കൂടുതൽ ഈ പ്രശ്നക്കാർ. ഇത് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് പോലും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവർ വളരെ മോശമായിട്ട് ഈ യാത്രകൾക്കിടയ്ക്ക് പെരുമാറിയ എത്രയോ സംഭവങ്ങളുണ്ട്. ഭയങ്കര സെൽഫിഷാണ് അവർ. എങ്ങനെയാണെങ്കിലും എൻ്റെ കാര്യം അങ്ങ് നടന്നാൽ മതി. എല്ലാവരും ക്യൂ നിൽക്കുകയാണെങ്കിൽ അതെ. ഇവൻ കയറി ഇടിച്ചു കയറിയിട്ട് മുമ്പിൽ കയറും. അവൻ്റെ കാര്യം മാത്രം നടന്നാൽ അവൻ മാത്രം ചെന്നാൽ വിമാനം അങ്ങ് പുറപ്പെടുമെന്ന് അവൻ്റെ ധാരണ. സ്വാർത്ഥൻ. ഈ എല്ലാവരെയും കയറ്റിയാലേ വിമാനം പുറപ്പെടും എന്നുള്ള ചിന്തിക്കാനുള്ള ബോധമില്ലായ്മയാണ്. അപ്പം ഇതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവണം. വിദ്യാലയങ്ങളിൽ കെട്ടിച്ചമച്ച ചരിത്രവും കഥകളും മാത്രം പഠിപ്പിച്ചാൽ പോരാ. പൗരബോധം പഠിപ്പിക്കണം, സിവിക് സെൻസ് പഠിപ്പിക്കണം, മാന്യമായിട്ട് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം. നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ കുറേയും കൂടെ കുടുംബങ്ങളിൽ പോലും ഈ സെൽഫിഷ്നെസ്സിനപ്പുറം നമ്മൾ മനുഷ്യനോട് കരുണയോടെ പെരുമാറണമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും ആ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏത് മതമാണെങ്കിലും ഇല്ലേ. എല്ലാ മതത്തിലും നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ സാധാരണഗതിയിൽ അത്യാവശ്യം മൂല്യബോധമുള്ളവരെയായിട്ടാണ് വിടുന്നത്. നമ്മളെക്കാൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന പല സംസ്ഥാനങ്ങളെന്ന് പറയുന്നിടത്തു നിന്ന് സ്വാർത്ഥതയാണ് അവരെ പലപ്പോഴും. നീ ഇന്ന കാണിച്ച് എങ്ങനെയാണെന്ന് ഇടിച്ചു കയറി സമ്മാനം മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇടിച്ചു കയറണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഇടിച്ചു കയറാൻ പോയിരുന്നെങ്കിൽ എവിടെ പോയി തന്നെ ഈ ലോകം. തുടക്കത്തിൽ 2 മാസം പിന്നിടുന്നു. തുടക്കത്തിൽ 2 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധ പോയത്. ഒന്ന്, നമുക്കൊരു പൂക്കി CM-ന് കിട്ടി. രണ്ടാമത്തത് തൂഫാൻ എന്നൊരു വാക്ക് ഭയങ്കരമായിട്ട് പ്രചാരത്തിൽ വന്നു. അത് ദേശാന്തരങ്ങൾക്കപ്പുറം, അന്യ സംസ്ഥാനങ്ങളിലേക്കും അത് പകർന്നു എന്നുള്ള സാധനം. ശരിക്കും അങ്ങനെയുള്ളൊരു ഭരണാധികാരികൾ അല്ലെ നേതൃത്വം അല്ലെങ്കിൽ കുറച്ചുകൂടി നർമ്മത്തോടെ കാര്യങ്ങൾ സംസാരിക്കാനും സംവദിക്കാനും പറ്റുന്നൊരു ഭരണാധികാരികൾ വരണം എന്ന് തന്നെയാണോ സാറിന്റെ കാഴ്ചപ്പാട്? അതോ എങ്ങനെ ശരിക്കും? അല്ല, ഇതിന് ഭരണത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ജനകീയമാകുക, ജനത്തിന് ആക്സസിബിൾ ആകുക എന്നുള്ളൊരു കാര്യം. രണ്ട് എഫിഷ്യൻസി ഉണ്ടാകുക എന്നുള്ള കാര്യം. ഇപ്പം ഒരാൾ എഫിഷ്യൻസി ഒക്കെ ഉണ്ട്, പക്ഷേ ജനത്തിന് അപ്രോച്ചബിൾ അല്ല എന്നുണ്ടെങ്കിലും അത് പ്രശ്നമാണ്. ജനത്തിന് ഭയങ്കര അപ്രോച്ചബിൾ ആണ്, പക്ഷേ ഭരണകാര്യപ്രാപ്തി അശേഷമില്ല എന്ന് വന്നാലും അയാൾ ഭരണാധികാരി ആവില്ല. അപ്പം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യണം. ജനത്തിന് സ്വീകാര്യനായ ഒരു വ്യക്തി, അയാൾ ദീർഘവീക്ഷണവും കാര്യപ്രാപ്തിയും സുതാര്യതയുമുള്ള ആളും കൂടി ആയിരിക്കണം. ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ ഞാനൊക്കെ സംതൃപ്തനാവും. ഈ തുടക്കത്തിൽ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിലേക്കും കൂടുതൽ നോക്കിക്കാണാൻ താല്പര്യം. നമ്മൾ ഈ ഇതിലെ അഭിമുഖത്തിൽ തുടക്കത്തിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാറ് നർമ്മം ചാലിച്ച് വാക്കുകൾ സംസാരിക്കും എന്നുള്ളത്. രാഷ്ട്രീയക്കാർ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ പ്രസ് മീറ്റുകൾ സംഘടിപ്പിക്കുമ്പോഴോ ശരിക്കും ഇത്തരത്തിൽ നർമ്മത്തിലൂടെ അല്ലെങ്കിൽ വളരെ ജനകീയമായിട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവുമായിരുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പം നർമ്മം വേണമെന്നൊന്നുമില്ല, സുതാര്യത ഉണ്ടായാൽ മതി. ഓക്കെ. ഇപ്പം ഇതിനകത്തെ പല രാഷ്ട്രീയക്കാരും പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴോ ഇയാൾ എന്തോ നമ്മുടെ അടുത്ത് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പലപ്പോഴും പറയാറുണ്ട് ഇല്ലേ. ഇന്നത്തെ സമൂഹത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയായി എന്നത് കണ്ട് ആ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ബുദ്ധി എന്ന് കരുതാൻ പറ്റുമോ? ബുദ്ധിയുടെ മാനദണ്ഡത്തിലല്ലോ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ഈ കേരളത്തിലുണ്ടെന്നും എന്നെ 10 ഇരട്ടി ബുദ്ധിയുള്ളവനും അനലിറ്റിക്കൽ സ്കില്ലുള്ളവനും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നും എൻ്റെ മുഖഭാവം മാറുന്നത് പോലും അവൻ അനലൈസ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ ഈ പറഞ്ഞതിലെ കോൺട്രഡിക്ഷൻസ് അവനെ കൗണ്ട് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ഒരു ഭരണാധികാരി ചിന്തിച്ചിരിക്കണം. അപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അയാൾ തിരിച്ചും തിരിച്ചും പറയുന്നു, അല്ലെ ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് എന്ന് ഈ അനലിറ്റിക്കൽ ബോധമുള്ളവന് തോന്നിക്കരുത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സുതാര്യമായിരിക്കണം. പലപ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഏറ്റവും മികച്ച പ്രോജക്റ്റുകൾ പോലും ജനങ്ങൾ എതിർത്തത് അതിൽ സുതാര്യതയില്ല എന്ന് തോന്നിയിട്ടാണ് അല്ലേ. അല്ലാതെ ആ പദ്ധതി വേണ്ടെന്ന് വെച്ചിട്ടല്ല. അതിനെ കൺവിൻസ് ചെയ്യാൻ സമൂഹം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. സമൂഹം ഏത് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ എന്തിനു ഉത്തരം തരാം, എനിക്ക് അബദ്ധം പറ്റിയെങ്കിൽ അത് ഞാൻ സമ്മതിക്കാം, എനിക്ക് തെറ്റുപറ്റിപ്പോയെങ്കിൽ അത് ഞാൻ എഗ്രി ചെയ്യാം, ഞാൻ തിരുത്തിക്കോളാം എന്ന് പറയാൻ കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും. നമ്മൾ തൂഫാനെ കുറിച്ച് പറഞ്ഞു. സ്വീകാര്യത കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ ഗവൺമെൻറ്റും മുമ്പത്തെ ഗവൺമെൻറ്റും ഇത് മാറി ഭരിച്ചപ്പോഴൊക്കെ ഈ വർഷങ്ങൾ കൊണ്ട് ഇത് ശീലമാക്കിയ കുറേ കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്ന് മാറ്റുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്ന രീതികൾക്ക് ഉണ്ടെന്നുള്ള മറുപക്ഷം പറയുകളുണ്ട്. അപ്പം നമ്മളൊരു തൂഫാന് ശരിക്കും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു, ഇന്ന ലഹരി പദാർത്ഥങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രശ്നം എന്നുള്ളത്. ഇപ്പുറത്തേക്ക് ഇപ്പോഴും ഏറ്റവും വരുമാനമുള്ള ബീവറേജ് പോലുള്ള മദ്യങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ എന്നുള്ളത് ഇത്തരത്തിലുള്ള
പൊടികളോ കല്ലുകളോ തുടങ്ങിയ വസ്തുക്കൾ മാത്രമാണ് ശരിക്കും ഒരു മദ്യം, സിഗരറ്റ്സ് പോലുള്ള ആ, വസ്തുക്കളും ഇതൊരു പ്രശ്നമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും എല്ലാ ലഹരിയും ആ മനുഷ്യ ശരീരത്തിന് ഒരു തരത്തിലും ആവശ്യമില്ലാത്തതാണ്. ആ ഒരു ലഹരി മനുഷ്യന് ആവശ്യമില്ല എന്നുള്ള കാരണം ഓക്കെ. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ അതൊന്നും വന്നിട്ടുള്ളത്. അതെ. പിന്നെ വേണേ പറയാം നൂറ്റാണ്ടുകളായിട്ട് മദ്യം ഉപയോഗിച്ചിരുന്നു മനുഷ്യന്. അതായത് ആദിമ ഗോത്ര മനുഷ്യരും വീഞ്ഞ് ഏതാണ്ട് 6000 കൊല്ലം മുമ്പ് വൈന് അർമേനിയൊക്കെ പോലുള്ള രാജ്യങ്ങളാണ് അത് രൂപം കൊണ്ടെന്നാണ് പറയുന്നത്. അന്ന് മുതൽ കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യന് ആവശ്യമുള്ളൊരു വസ്തുവാണെന്നില്ല. ഉം. പിന്നെ ഇതിനകത്തൊക്കെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തിയുള്ളവനാക്കി ഇവനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഒരു കുട്ടിക്ക് അവൻ്റെ ശരീരത്തിനും സമൂഹത്തിനും അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിനും ദ്രോഹമുണ്ടാകുന്ന സബ്സ്റ്റൻസ് എന്തൊക്കെയാണെന്ന് അവൻ്റെ ഒരു തീരുമാനം എടുക്കാൻ അവനെ പഠിപ്പിക്കുക. അല്ലാതെ നിയമം കൊണ്ടോ നിയന്ത്രണങ്ങൾ കൊണ്ടോ ഒന്നും ഇത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മനുഷ്യനിൽ ബോധം ഉണ്ടാകണം. തീർച്ചയായിട്ടും നിയമം ഇതിൻ്റെ ഏജന്റുമാരെ പിടിക്കാനേ പറ്റുള്ളൂ, അല്ലേ? ഓക്കെ. ഇത് ക്യാരി ചെയ്യുന്നവരെ, ഇത് വിൽക്കുന്നവരെ, ഇത് അനധികൃതമായി കൊണ്ടുനടക്കുന്നവരൊക്കെ പിടിക്കാം. ഒരാളിത് ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചാൽ, ഇപ്പം മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ, അവൻ എവിടെ പോയിട്ട് ഇതില്ലാത്ത സ്ഥലത്തോ ഈ അന്വേഷണം ഇല്ലാത്തടത്തോ പോയി ചെയ്യാം, ഇല്ലേ? ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു ലഹരി ഉപയോഗിച്ചാൽ, ബാംഗ്ലൂർ പോയിട്ട് ലഹരി ഉപയോഗിച്ചാൽ കേരള പോലീസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ തൂഫാന്റെ പരിധിക്ക് പുറത്താണ് അവർ. പുറത്താണ്. പക്ഷെ അത് ആ കുട്ടി ഉപയോഗിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലെത്തിയാലോ? ഇതെനിക്ക് വേണ്ട എന്ന സ്വയം തീരുമാനം എടുക്കാൻ സ്വയം തീരുമാനം എടുക്കാൻ അവനെ പ്രാപ്തനാക്കണം. എത്ര പ്രലോഭനം ഉണ്ടായാലും ഞാൻ ഇതിന് അടിമപ്പെടില്ല എന്ന് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും ഒക്കെ അവനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്താൽ നിയന്ത്രിക്കപ്പെടും. അതാണ് വേണ്ടത്. അതല്ലാതെ ഇപ്പോൾ ഗുജറാത്ത് നിരോധനമുള്ള നാടാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്താണെന്നറിയോ? ഒരു തരത്തിൽ പറഞ്ഞാൽ അനധികൃത മദ്യത്തിൻ്റെ വ്യവസായവും വ്യാപാരമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വലിയൊരു വരുമാന സ്രോതസ് ഈ അനധികൃത മദ്യക്കച്ചവടമാണ്. ഗുജറാത്തിലെ സീനിയർ ജേർണലിസ്റ്റുകളൊക്കെ സംസാരിച്ചറിയാവുന്നത്. അതായത് രാജസ്ഥാനിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ മദ്യം അങ്ങോട്ട് കടത്തും. അവിടെ സാധാരണഗതിയിൽ മാർക്കറ്റിൽ 1000 രൂപ വിലയുള്ള ഒരു മദ്യം അവിടെ എത്തുമ്പോഴത്തേക്കും 3500 രൂപ. ഇത് അത്യാവശ്യക്കാരൻ 3500 നിരോധിച്ച ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് 3500 രൂപയാണെങ്കിൽ അവൻ കൊടുക്കുമല്ലോ. ഇത് ആവശ്യക്കാരനുണ്ട്. അപ്പോൾ ഈ 3500 രൂപയുടെ 1000 രൂപ കഴിഞ്ഞുള്ള പിന്നത്തെ 2500 രൂപയും പല തട്ടുകളിൽ ഷെയർ ചെയ്യുക. മന്ത്രിക്ക് ഇത്ര, ആഭ്യന്തരമന്ത്രിക്ക് ഇത്ര, ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്ര, വിഹിതങ്ങൾ ഇതാണ് വിഹിതം അവിടുത്തെ സിസ്റ്റം. അവിടെ എവിടെയും മദ്യം ലഭ്യമാണ്. എന്തിനേറെ, ഞാൻ സഞ്ചാരത്തിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കരിമ്പ് ശർക്കരയാക്കുന്ന ഒരു ഫാക്ടറി ചെന്ന് കയറി. പാടത്ത് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ വലിയ ടിന്നുകളിലാക്കി ഇതിന്റെ ചാറുകളാക്കി ഈ കരിമ്പ് ഇങ്ങനെ കുറുക്കി ചാറ് കരിമ്പിൻ ജ്യൂസ് കുറുക്കി കട്ടിയാവില്ല, അതിന് മുമ്പ് ഇങ്ങനെ ടിന്നുകളാക്കി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു ഇത് എന്തിനാ? ഇത് ശർക്കരയാക്കുന്ന വേറെയുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരാള് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, ഇത് ചാരായം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനായിട്ടുള്ള സാധനമാണിത്. ഇതാണ് അവിടുത്തെ പട്ടച്ചാരായത്തിന്റെ അസംസ്കൃത വസ്തു. മനസ്സിലായോ? ടിന്ന് കണക്കിന് അവിടെ വെച്ചിരിക്കും. ഇത് വഴിയരികിൽ ഹൈവേയുടെ സൈഡിലാണിത്. മറയില്ല, ഒരു മറയില്ല. അത് സഞ്ചാരത്തിന് ആ ഗുജറാത്ത് എപ്പിസോഡുകൾ നോക്കി കാണാം. വഡോദര ഒക്കെയുള്ള എപ്പിസോഡിലുണ്ടത്. ബീഹാറിൽ ഞാൻ അടുത്ത കാലത്ത് പോയി. ബീഹാറിൽ ചെല്ലുമ്പോൾ അവിടെ ധാരാളം മലയാളികളുണ്ട്, മലയാളികളുടെ സ്കൂളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ പല കാഴ്ചകളിലേക്ക് എന്നെ കൊണ്ട മലയാളികൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു 2 മണിക്കൂർ സമയം നേരത്തെ കിട്ടിയാലേ ഇവിടെ എല്ലാവരും മദ്യം ലഭ്യമാകുള്ളൂ. ഇതിനെല്ലാ പഞ്ചായത്തിലും എല്ലാ ഗ്രാമത്തിലും ഈ മദ്യം ഉണ്ടാക്കുന്ന ഏജൻസികളുണ്ട്, കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഏത് ലെവലിലുള്ളത്. വാറ്റുചാരായം വേണമെങ്കിൽ അത് ഗോത്രഗ്രാമങ്ങളിലൊക്കെ അത് ലഭ്യമാണ്. അതല്ല പാറ്റ്ന പോലുള്ള സ്ഥലങ്ങളിൽ ഉന്നതമാരുടെ മദ്യമാണ് വേണ്ടതെങ്കിൽ അത് തരുന്ന ഏജൻസികളുണ്ട്. ഇതൊക്കെ ലഭ്യമാണ് അവിടെ. വില കൂടുതലാണ്. അപ്പോൾ ഈ കൂടിയ വില ആർക്കൊക്കെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്? അപ്പോൾ മദ്യനിരോധനം എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് പ്ലാനാണ്. അതായത് നിരോധനമില്ലെങ്കിൽ വിൽക്കുന്നതിൻ്റെ 3 ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അവിടെ കരിഞ്ചന്ത കൂടും, അതിൻ്റെ വിഹിതം കൂടും. പോലീസിന് മുതൽ എക്സൈസിന് വരെ റവന്യൂ ആണിത്, ഇൻകമാണത്, അഡീഷണൽ ഇൻകമാണത്. അപ്പോൾ നിരോധനത്തിൻ്റെ ഫലം എത്ര? നിരോധിതമായിട്ട് മാറ്റി നിർത്തിയതിന് ഡിമാൻഡ് കൂട്ടുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ മയക്കുമരുന്ന് ഇന്ത്യ നിരോധിച്ച വസ്തുവല്ലേ? ആ നിരോധിച്ച സാധനമല്ലേ കേരളത്തിൽ ഇത്രയും കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്? കേരളത്തിൽ മാത്രമല്ലല്ലോ, പുറത്തും ഉണ്ടാവുമല്ലോ ഇത്. കർണാടകയിലൊക്കെ ഏതാണ് അതിൻ്റെ അളവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിരോധിച്ചു എന്നുള്ളതല്ല ഇതിൻ്റെയൊക്കെ ഫലപ്രാപ്തി സൃഷ്ടിക്കുന്ന കാര്യം. മറിച്ച് ഉപയോഗിക്കുന്ന ആൾ അത് വേണോ വേണ്ടോ എന്നുള്ള വിൽ പവറുള്ള ആർജിക്കുന്ന ഒരാളായി മാറുമ്പോഴാണ്. ഒരു സംരംഭക നിലയിൽ ചോദിക്കുകയാണ്, കഴിഞ്ഞൊരു 25 വർഷം എടുത്തു കഴിഞ്ഞാൽ സംരംഭകർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മണ്ണ് എന്നുള്ള രീതിയിലേക്ക് ശരിക്കും വീഴ്ചയാണോ ഉയർച്ചയാണോ കേരളത്തിനുണ്ടായിട്ടുള്ളത്? കേരളത്തിന് ഉയർച്ചയും വീഴ്ചയും ഉണ്ടായി എന്നതിനേക്കാൾ വേണ്ടത്ര വളർച്ച ഉണ്ടായിട്ടില്ല. കേരളം അർഹിക്കുന്ന ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങളും വളർച്ചകളും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, കേരളത്തിൻ്റെ പൊതുജനസമൂഹം ഒരു സംരംഭകന്റെ മനസ്സല്ല ബാല്യം മുതൽ അവനിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അവനിൽ ഒരു ജോലിക്കാരനാകാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജോലിക്കാരൻ്റെ ഒരു എംപ്ലോയിയുടെ മനഃശാസ്ത്രം എന്താണ്? ശാന്തമായി ഓഫീസിൽ ചെല്ലുക, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുക, എൻ്റെ മേശയിൽ വരുന്നതൊക്കെ തീർക്കുക, അടുത്ത മേശയിലേക്ക് കൊടുക്കാനുള്ള അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം ഇന്നെ കൊണ്ട് തീരുന്നു, അതിനപ്പുറം മറ്റേയാളുടെ ജോലിയാണ്. ഇങ്ങനെ അങ്ങ് ശീലിക്കുകയാണ്. ഈ ശീലിച്ച ഒരാളുടെ
ജീവിത ശൈലിയേ അല്ല ഒരു സംരംഭകന് വേണ്ടത്. അവൻ ഓരോ ദിവസവും രാവിലെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഇന്ന് രാവിലെ ഓഫീസിൽ വരുമ്പോഴായിരിക്കും അറിയുന്നത്, ഇപ്പം വേനൽക്കാലമാണെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് വെള്ളം വരുന്ന വാട്ടർ സപ്ലൈ തീർന്നിരിക്കുന്നു, ഇത്രയും സ്റ്റാഫ് ജോലി ചെയ്യുന്നു, ഇത്രയും പ്രോസസ്സിനുള്ള വെള്ളം വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്ന് പോകും, അല്ലെങ്കിൽ വൈദ്യുതി ഫെയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ജനറേറ്റർ കത്തിപ്പോയിരിക്കുന്നു. ഓരോ ദിവസവും ഒരു സംരംഭകൻ, ഒരു ചായക്കട നടത്തുന്നവനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് പ്രശ്നങ്ങളുടെ നടുക്കോട്ടാണ് വന്നു വീഴുന്നത്. അതെ. ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കലാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടോ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടോ ഉണ്ടാകുന്ന വലിയൊരു പൈസ കയ്യിലുള്ളത് കൊണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മേശയിലേക്ക് എല്ലാം വരുന്നു. നമ്മളൊരു ബെല്ലടിക്കുമ്പം ചായയുമായിട്ട് പ്യൂൺ വരുന്നു. ഈ ചില സിനിമകളിൽ കണ്ടതുപോലെ അതെ. എല്ലാം നടക്കുന്നത്. അതല്ല ബിസിനസ്. ബിസിനസ് ദിവസവും വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ ആസ്വാദ്യമാക്കുന്നവനെ സംരംഭകനാകുള്ളൂ. ആ പെയിനും എൻജോയ് ചെയ്യാൻ പറ്റണം. പറ്റണം. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് നമ്മൾ പരിഹരിക്കുന്നത്. ചെസ്സ് കളിക്കുന്ന പോലെയാണ്. അവനെ കരുവങ്ങ് വെട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. അതെ. ആ കരു അവിടെ ഇല്ലെങ്കിൽ ആ എക്സൈറ്റ്മെന്റ് ഇല്ല. ചെക്ക് ഒരുത്തം പറയുമ്പോഴാണ് നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുക. ഈ ചെക്ക് പറയൽ നിരന്തരം ഉണ്ടാകും ബിസിനസ്സിൽ. നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ഇവൻ കേരളത്തിന്റെ സിസ്റ്റത്തെ ഞാൻ കുറ്റം പറയാൻ തുടങ്ങും. ഇവിടെ സർക്കാർ ഓഫീസിൽ ചെന്നാൽ കാര്യം നടക്കിയല്ലെന്നേ. അത് നിങ്ങൾ പുറകെ നടന്ന് നടത്തിയെടുക്കലാണ് സംരംഭകന്റെ ജോലി. അതിനോടുള്ള പൈസ നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ ഇട്ടോളൂ. ആര് പറഞ്ഞു കുഴപ്പം? ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും. നിങ്ങൾ വിചാരിക്കരുത് കേരളത്തിന് പുറത്ത് എല്ലായിടത്തും സ്വർഗമാണെന്ന്. അവിടെയും ഉണ്ട് ഇത്. ഇപ്പം കേരളത്തിൽ സംരംഭം നടത്തുന്ന എത്രയോ ആളുകളുണ്ട്, അല്ലേ? അവർ ഈ തൊഴിൽ കുഴപ്പങ്ങൾ വേറെയാണ്. ഇപ്പം ട്രേഡ് യൂണിയൻ ഇഷ്യൂസും രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ദുരുപയോഗിക്കുന്നതല്ല ഞാനീ പറഞ്ഞത്. ഇപ്പം അത് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ ട്രേഡ് യൂണിയനുകൾ ഞെക്കിപ്പിഴിയുന്ന, കത്തി കാട്ടി ഭീഷണി കെട്ടി അടപ്പിക്കുന്ന അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ അതിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുറേ ബോധവാന്മാരായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആളുകളിൽ സംരംഭകത്വം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അധികം വന്നിട്ടില്ല. പുതിയ തലമുറയിൽ ആ ട്രെൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ സംരംഭങ്ങൾ ആരംഭിച്ചു തുടങ്ങി, വെല്ലുവിളികളെ അതിജീവിച്ചു തുടങ്ങി. ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണും, കുട്ടികൾ അവരുടെ വിജയത്തിൻ്റെ കഥ പറയുമ്പോൾ അവർ നേരിട്ട് വെല്ലുവിളികളുടെ കഥകളാണ് കൂടുതൽ പറയുന്നത്, അല്ലേ? അതെ. അതായത് ആ വെല്ലുവിളികളാണ് എന്നെ ഇവിടെ എത്തിച്ചെന്ന് പറയാൻ അഭിമാനത്തോടെ പറയുന്ന ഈ കുട്ടികൾ ഇന്നത്തെ. ഇതിന് മുമ്പത്തെ തലമുറ പറയുക, ഈ വെല്ലുവിളി കാരണം ഞാൻ നിർത്തിപ്പോയി, അതുകൊണ്ട് മറ്റവനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവരായിരുന്നു. ഇപ്പൊ അത് ഫ്യൂലായിട്ട് മാറി. എക്സാക്ട്ലി. ഇത് വന്നാൽ കേരളം മാറും. വെല്ലുവിളികളാണ് നമ്മുടെ ഫ്യൂവൽ, പരാജയങ്ങളാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയാൻ കഴിയുന്ന തലമുറ വരുമ്പോൾ ഈ പ്രതിസന്ധികളൊന്നും പോരാ. ഞാനിപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, എന്നാ ഇപ്പം അടുത്ത പ്രശ്നം വരാൻ പോകുന്നതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമാണ്. ഈ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഈ പ്രശ്നം ഞാൻ കണ്ടില്ലെന്നേ ഉള്ളൂ, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. കണ്ടപ്പോൾ എനിക്ക് പരിഹരിക്കാം. ഇതാണ് ഒരു സംരംഭകൻ ചിന്തിക്കേണ്ടത്. പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഏത് കാര്യം, നിങ്ങളൊരു വീട് വെക്കാൻ ഇറങ്ങൂ, വീട് വെക്കാൻ പെർമിറ്റ് വേണം. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പണിയുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് നിരവധി തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരും. ഇതെല്ലാം പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് നമ്പരിട്ട് കിട്ടാൻ അതിൻ്റെ പുറകെ കുറേ നടക്കണം. വാട്ടർ കണക്ഷന്, കറണ്ട് കണക്ഷൻ, ഇതെല്ലാം നടക്കണം. ഇതെല്ലാം നടത്തിയിട്ടാണ് കേരളത്തിൽ ഇത്രയും ലക്ഷം വീടുകളും വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളങ്ങ് ആസ്വദിക്കണം. നമ്മൾ ഇതിനിറങ്ങുമ്പോൾ ഇത് തന്നെ വേണം. ഒരു കല്യാണം നടത്തിയ എന്തെല്ലാം വെല്ലുവിളികളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം കൂടെ ചേർന്നതല്ലേ ഒരു കല്യാണം. അതെല്ലാം കൂടെ ആസ്വദിക്കുമ്പോഴല്ലേ അതൊരു കല്യാണമാകുന്നത്. കുറച്ച് മധുരം കൂടും. അതാണ്. അത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് അല്ലേ. കൊള്ളായിരുന്നു കേട്ടോ, കല്യാണം ഗംഭീരമായിട്ട് നടന്നു, ഞാൻ ഓർത്തു എന്നിടത്ത് വെച്ച് പ്രശ്നം ഉണ്ടാകുമെന്ന് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പഴയ കഥ പറയും, അല്ലേ? കഴിഞ്ഞിട്ട് കഥ പറയുമ്പോൾ ഒരു രസമാണ്. ഇതാണ് അതിന്റെ ത്രില്ല്. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്, നമ്മുടെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ചിരുന്നത് ഒക്കെ എന്തിനാ? നന്നായിട്ട് പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ എന്നാ. നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് 10 പേർക്ക് ജോലി കൊടുക്കാം എന്നാരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇത് പഠിപ്പിച്ചു തുടങ്ങണം. എല്ലാവരും പോയി വല്ലവന്റെ കീഴിൽ പണിയെടുക്കാൻ ജനിച്ചവരല്ല. കുറെ പേര് അതൊക്കെ ചെയ്യും. പണിയെടുക്കുന്ന മോശം കാര്യവും അല്ല, അതും വേണം. പക്ഷേ കേരളത്തിന് ഇല്ലാതെ പോയത് എന്താണ്? സംരംഭകത്വമാണ്. പണി 10 പേർക്ക് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, അത്തരത്തിൽ 10,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ കേരളം വിട്ട് അന്യരാജ്യങ്ങളിൽ പോയി പണിയെടുക്കേണ്ടി വരില്ലായിരുന്നു, അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം ഒന്ന് ഇന്ത്യ. അതിൻ്റെ കാരണം എന്താ? ഒന്ന് നല്ല ജനസംഖ്യ, ആ ജനസംഖ്യയ്ക്ക് പറ്റുന്ന സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ. സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും സൗകര്യം ഇല്ലാത്തൊരു രാജ്യത്തേക്ക് പണിക്ക് പോകുമോ? അല്ലെങ്കിൽ സൗകര്യമുള്ള രാജ്യത്തു നിന്ന് സൗകര്യം അതിനേക്കാൾ ഉണ്ടെങ്കിൽ പോലും പലരും പോവില്ല, അല്ലേ? ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ പലതും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. USA നിന്ന് ആരും സ്കാൻഡിനേവിയയിൽ പോയി ജീവിക്കുന്നില്ല. USA പോകാനാണ് സ്കാൻഡിനേവിയക്കാർക്ക് പോലും താല്പര്യം. അപ്പം എന്തുകൊണ്ടാണത്? നമുക്ക് നമ്മുടെ സംരംഭകത്വം വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും കൂടെ നിൽക്കണം. ഒരു സംരംഭകൻ ഉണ്ടാകുന്ന ചെറിയ പാളിച്ച മുഴുവൻ പർവ്വതീകരിച്ച് അവനിനി ജന്മത്ത് ബിസിനസ് നടത്തില്ല എന്നാക്കി തീർത്ത് അവൻ്റെ പ്രസ്ഥാനം പൂട്ടുന്നത് ആഘോഷിക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതിന് പകരം പരാജയപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അവനെ ഒന്ന് ആശ്വസിപ്പിക്കണം. പോട്രാ, നിനക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റണം. സംരംഭകൻ നമ്മുടെ ദേശീയ ശത്രുവല്ല. ഒരു സംരംഭകനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ ചിന്തിക്കുന്നു.
അതിനകത്ത് കുറച്ച് കുശുമ്പിൻ്റെ എലമെൻ്റ് വളർച്ചയെ കണ്ട പ്രശ്നങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. അത് നല്ലപോലെ ഉണ്ട് എന്നുള്ളതാണ്. ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ മനസ്സോട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ചിലപ്പോൾ വേദികളിൽ നേരിട്ട ചോദ്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ആളുകളിൽ നിന്ന് കേട്ട ചോദ്യമായിരിക്കും. അങ്ങനെ കിട്ടിയ ഒരു ചോദ്യം നെഞ്ചോട് വെച്ച് ചേർത്ത് വെക്കുന്ന ഒരു ചോദ്യമുണ്ടോ? അതേതാണ്? ആ ചോദ്യം ഇനിയും വരാനിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. നെഞ്ചോട് ചേർത്ത് വെക്കുന്ന 1-2 ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഉണ്ട്. കാരണം ഈ ചോദ്യങ്ങളിൽ പലതും നമ്മൾ ഉത്തരം പറയുന്നതോടുകൂടി നമ്മളങ്ങ് വിസ്മരിക്കുകയാണ് അതെ, പലപ്പോഴും. അതെ, അതെ. അങ്ങനെ ഒരു ചോദ്യം ഇപ്പം നർമ്മമുള്ള ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. ആ. മനസ്സിലായില്ലേ? സാധാരണ ചോദ്യങ്ങളിൽ നർമ്മല്ലെങ്കിലും സാറിന്റെ ഉത്തരങ്ങളിലാണ് നർമ്മം വരാറുള്ളത്. ഇപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനത് നിർത്തി വെച്ചിരിക്കുക. അതെ. അപ്പോഴേ അത് പിന്നെയും തുടങ്ങാൻ പറ്റട്ടെ. അല്ലെങ്കിൽ നമുക്കെപ്പോഴും സാറിൽ നിന്നുള്ള അറിവിനൊപ്പം തന്നെ ആ സംഭാഷണ ശൈലിയും ഭയങ്കരമായിട്ട് ജനങ്ങൾ ആസ്വദിക്കുന്നതിന് വലിയൊരു ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തുടരട്ടെ. പിന്നെ ഇപ്പോഴും നമ്മൾ സിനിമാക്കാരോട് ചോദിക്കുമ്പോൾ അടുത്ത സിനിമ ഞാൻ ചോദിക്കും. പക്ഷേ സാറോട് എപ്പോഴും ചോദിക്കാൻ ആഗ്രഹമുണ്ട് അടുത്ത രാജ്യം ഏതാന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ 2 സൈഡിൽ കൂടെ പോയാലും നമ്മൾ മരത്തിനെ തെങ്ങിനെ വട്ടം പിടിച്ച പോലെ ഇത് മുട്ടി. അപ്പോൾ അടുത്തത് എങ്ങോട്ടാണ് യാത്ര? ഞാൻ US-ലേക്കായിരിക്കും പോവുക. US-ൽ പോയിട്ട് ഇപ്പോൾ 3-4 കൊല്ലമായി. ആണല്ലേ. അപ്പോൾ യാത്രകൾ തുടരട്ടെ. ആ യാത്രയുടെയും ജീവിതാനുഭവങ്ങളുടെയും അറിവുകൾ ഞങ്ങൾക്കും കിട്ടട്ടെ. സോ ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു. വളരെ സന്തോഷം, രോഷേ.